ബജറ്റ് വിശ്വാസ്യതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന് വിമർശിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം കൂടിയാണ് കണ്ടത്. പ്രതിപക്ഷത്തെ നിരന്തരം വിമർശിക്കുകയായിരുന്നു. രാഷ്ട്രീയ വിമർശനം നടത്താൻ ബജറ്റിനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചു കളഞ്ഞു. വിശ്വാസ്യതയില്ലാത്ത ബജറ്റാണ്, നടപ്പാക്കാൻ കഴിയാത്ത ബജറ്റാണ് ഇത് എന്നുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുകയുമുണ്ടായി. ബജറ്റ്, പോസ്റ്റ് ബജറ്റ് ഏത് രീതിയിലാണ് ബജറ്റ് അവലോകനം ചെയ്യുന്നത് എന്ന് നോക്കാം. വിവിധ മേഖലകളിൽ നിന്നുള്ള നമ്മുടെ പാനലിസ്റ്റുകളായി ചേരുന്നുണ്ട്. IT സംരംഭകനായ ജോബിൻ ജോസ്, മാധ്യമപ്രവർത്തകൻ TC മാത്യു എന്നിവർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ TC മാത്യു, വലിയ രീതിയിലുള്ള അവഗണന നേരിടുമ്പോഴും ക്ഷേമ പദ്ധതികളിൽ കുറവ് വരുത്താതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതൊരു രാഷ്ട്രീയ നയം കൂടിയാണ്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത് എന്നാണോ ഒറ്റ നോട്ടത്തിൽ വ്യാഖ്യാനിക്കേണ്ടത്? ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നിടത്തോളം ആ വാക്കുകളെ അംഗീകരിക്കാൻ തയ്യാറാണ്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ആനുകാലികമായ വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിലക്കയറ്റം കഴിഞ്ഞ 2 വർഷം വലിയ വിലക്കയറ്റം രാജ്യത്തുണ്ടായിരുന്നു, സംസ്ഥാനത്തും ഉണ്ടായിരുന്നു. അപ്പൊ അതിനാനുപാതികമായി ഈ ക്ഷേമ പെൻഷനുകളോ ഏതെങ്കിലുമോ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം വ്യക്തമാണ്, വലിയ ധനകാര്യ പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നു. അതെങ്ങനെയുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ വലിയ കോലാഹലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര അവഗണനയെ പറ്റിയുള്ള വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിന്റെ സാരമായ തകരാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വരുന്ന ബജറ്റില് നമ്മൾ അടുത്ത വർഷത്തേക്ക് 36,000 കോടി രൂപയുടെ കടമെടുക്കും. 36,000 കോടി രൂപയുടെ കടമെടുക്കും. ഈ കടമെടുക്കുമ്പോൾ അതിൽ നിന്ന് രാജ്യത്ത് നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലധന നിക്ഷേപ മേഖലയിൽ ചെലവാക്കുന്നത് 17,000 കോടി മാത്രം. ബാക്കി 20,000-ഓളം കോടി നമ്മുടെ റവന്യൂ ചെലവിലേക്ക് അല്ലെങ്കിൽ റവന്യൂവിന്റെ കമ്മി നികത്താനായിട്ട്. അപ്പോൾ റവന്യൂ കമ്മി എന്ന് പറയുന്നത് ഒരു ഭീകര യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കും. കേന്ദ്ര ഗവൺമെന്റും മറ്റും കമ്മി കുറച്ചുകൊണ്ടുവരുന്ന ഒരു സമയമാണിത്. നമുക്ക് ഇത്തവണത്തെ ബജറ്റിൽ നോക്കി അറിയാം, നമ്മൾ കമ്മി ഒരു ഭാഗത്ത് കുറയ്ക്കുന്നത്. ചെലവുകൾ കുറയ്ക്കാതെ മുന്നോട്ട് പോകാമോ എന്ന് പരീക്ഷിക്കുക. അത് സാധിക്കുകയില്ല എന്ന് കഴിഞ്ഞ പല വർഷങ്ങളിൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഈ വർഷം തന്നെ വളരെ വ്യക്തമാണല്ലോ, 6 മാസത്തെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനുണ്ട്, 18 മാസത്തെ DA കൊടുക്കാനുണ്ട്. ഇതെല്ലാം ഇവിടെ കിടക്കുമ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതേ പറയാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? നമ്മൾ മിസ്മാനേജ്മെന്റ് ഇതിലുണ്ട്. മിസ്മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ ചെലവുകൾ നമ്മുടെ സാധ്യമായ പരിധിക്കും മുകളിലാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട്, ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിന് പരിഹാരം എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാതെ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിലേക്ക് ഒരു സുഖിപ്പിക്കൽ പ്രഖ്യാപനങ്ങൾ നടത്തി എന്ന് പോകും. ആ സുഖിപ്പിക്കൽ പ്രഖ്യാപനങ്ങളായിട്ട് ഒരിടത്തും എങ്ങും എത്തുന്നില്ല. പങ്കാളിത്ത പെൻഷൻ റദ്ദാക്കുമെന്ന് പറഞ്ഞ് 8 വർഷം മുമ്പ് അധികാരത്തിലേറിയവരിപ്പോൾ പറയുന്നു അതിനെ പങ്കാളിത്ത പെൻഷൻ മാറ്റിയിട്ട് വേറെ ഒരു നിശ്ചിത തുക ലഭിക്കുന്ന, നിശ്ചിത ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒന്നിലേക്ക് മാറ്റുമെന്ന് അതിന് പഠനം നടത്തിക്കൊണ്ടിരിക്കും. 8 വർഷമായിട്ട് പഠിച്ചു തീർന്നത്. അപ്പോൾ ഇത് ഉത്സാഹിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ധനകാര്യ നിലയെ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ധനകാര്യ നിലയെ ബലപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ കമ്മി കാര്യമായിട്ട് പറയണം. അതേസമയം നിങ്ങൾ ക്യാപിറ്റലിന് വേണ്ടിയിട്ട്, മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കടമെടുത്തോ, മൂലധന നിക്ഷേപത്തിലേക്ക് അത് പോകണം. അത് നടക്കുന്നില്ല. അതിനാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ വിമർശനം നേരിടേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് പതിവ് ഐറ്റങ്ങളിലേക്ക് നമ്മൾ പോയി ഇങ്ങനെ നികുതി നിരക്ക് കൂട്ടുന്നു, മദ്യം മുതലുള്ള പല കാര്യങ്ങളും. അതിൽ തന്നെ ചിലതിലൊക്കെ നയപരമായിട്ട് തന്നെ പോരായ്മകൾ. സ്വകാര്യ വൈദ്യുതി സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവർക്കൊരു പടിയും കൂടിയ നികുതിയുണ്ട്. അതേസമയം 2-3 ഏറ്റുപറച്ചിലുകൾ വളരെ ഇഷ്ടപ്പെട്ടു. സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോകും, വിദേശ സർവകലാശാലകൾ വരാൻ പോകും, ടൂറിസം വികസനത്തിൽ സ്വകാര്യ മേഖലയെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കും. ഇതൊക്കെ ബജറ്റിന്റെ ആദ്യത്തിൽ 8 വർഷം മുമ്പ് ചിന്തിക്കാൻ വയ്യാതിരുന്ന ഒരു രംഗത്തേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നുവെന്ന് മന്ത്രി അവകാശപ്പെട്ടിരുന്നു. 8 വർഷം മുമ്പ് അവർ ചിന്തിക്കാതിരുന്ന കാര്യങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്വകാര്യ സർവകലാശാലകൾക്ക് എതിരെ എന്തെല്ലാം നമ്മൾ കേട്ടു. വിദേശ സർവകലാശാലകൾ കാമ്പസ് തുടങ്ങുന്നതിനെ സംബന്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള
പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ സമീപനം മാറ്റി ഇപ്പോൾ അതായത് വികസനം എന്ന് ശ്രീ പറഞ്ഞു ടി സി മാത്യു, ആ സ്വകാര്യ നിക്ഷേപത്തിന്റെ ആ ഒരു പങ്കാളിത്തത്തിലേക്ക് തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റുകളുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തവണ അത് ആഗോള നിക്ഷേപക സംഗമമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, വിഭാവനം ചെയ്യുന്നത് പ്രവാസികളെ, സ്വകാര്യ നിക്ഷേപകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതൊരു വലിയ രീതിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊന്നും വിഭാവനം ചെയ്യാൻ കഴിയാതിരുന്ന അത്രയും രീതിയിലേക്ക് ഒരു സ്വകാര്യ നിക്ഷേപ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ലോക കേരള സഭകൾ നടത്തിയും മറ്റും നമ്മൾ പ്രവാസികളിലൂടെ വലിയ തുക സമാഹരിക്കാം എന്നുള്ള ആ മോഹം തൽക്കാലം മാറ്റിവെച്ചു. അതിനപ്പുറത്തേക്ക് അവിടെ നിന്നുള്ള ആൾക്കാരുടെ മൂലധനം ഇവിടേക്ക് കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് പോകും. അതായത് കേന്ദ്ര ഗവൺമെന്റ് കുറെ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയപരിപാടിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് എത്തിയിരിക്കുന്നു. നയപരമായ ആ ഒരു മാറ്റം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി പറഞ്ഞുകൊണ്ട് ധനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ 2 ദശകത്തിലേറെ പിന്നോട്ട് പുറയിലാണ് ആ കാര്യത്തിൽ കിടക്കുന്നത്. അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ 2-3 ദശകം പുറയിലാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞുപോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുതിര പോയി കഴിഞ്ഞതിന് ശേഷം തൊഴുത്തടയ്ക്കുന്ന ആ ഒരു രീതിയാണോ സംഭവിച്ചതെന്ന് ചിന്തിക്കേണ്ടി വരും. അതായത് നമ്മുടെ വിദ്യാർത്ഥികൾ വലിയൊരു സംഖ്യ വിദേശത്തേക്ക് കടന്നു. അവർ പോകുന്നതിന് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കുറവ് മാത്രമല്ല കാര്യം, വേറെയും പല ഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും അവരെയൊക്കെ ആകർഷിക്കാമായിരുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. അത് ഉണ്ടാക്കി. അത് വളരെ വൈകിയാണെങ്കിലും അതിൻ്റെ അകത്തൊരു തിരുത്തൽ വന്നിരിക്കുന്നു എന്നുള്ളത് തികച്ചും ശ്ലാഘനീയമായ കാര്യമാണ്. അതുതന്നെയാണ് ടൂറിസം വികസനത്തിന്റെ കാര്യത്തിലും സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കും, സ്വകാര്യ മേഖലയ്ക്ക് വലിയ റോൾ കൊടുക്കും എന്ന് പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ നല്ലത്. അവർ മേൽനോട്ടത്തിനും അല്ലെങ്കിൽ അതിന്റെ കുറ്റമറ്റ രീതിയിൽ നടത്തിക്കുന്നത് ഉറപ്പുവരുത്താനുമാണ് വേണ്ടത്. അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ ബജറ്റിന്റെ പിന്നിലുള്ളവര് മാറി. അത് വളരെ നല്ല കാര്യം.